കണ്ട നമ്മളെ തിരുവാപ്പച്ച പറഞ്ഞിട്ടാ ഇളകി മറയും അറ്റ്മോസ്ഫിയറിൽ നമ്മളെ തിരുവാപ്പച്ച പറഞ്ഞില്ല ഇളകി മറയും തിയേറ്ററാണ് ഒരു മാസ് എഫക്റ്റ് ഉണ്ടാക്കും. ലാലേട്ടൻ അറാട്ടും ഏത് ഒപ്പിട്ടേറാം അതൊരു കിടിലം പടമായിരിക്കും. തിരുവാപ്പച്ച പറഞ്ഞാൽ ഭയങ്കര ഒരു 300 കോടി കളക്ട് ചെയ്യുന്ന ഒരു ഭയങ്കര മൂവിയായി. മാസ് ഗ്ലാസ് എല്ലാം ഉണ്ട്. ലാലേട്ടൻ വെറുതെ എല്ലാം ഡേറ്റ് കൊടുക്കുന്ന വിജയോടെ പടമാണ്. തകർക്കും. ലാലേട്ടൻ തിമിർത്താടും. തിരുവാപ്പച്ച പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ആ ഇൻട്രോ കാണുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ വെച്ച് നിങ്ങൾ തിയേറ്റർ കുലുങ്ങും. ഇങ്ങനത്തെ പടങ്ങൾ ഇനി മലയാളത്തിൽ ചെയ്യാൻ കഴിവുള്ള മോഹൻലാൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ഹെവി മൂവി ആക്ഷനെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. വെറുതെ എല്ലാം കൊണ്ടുള്ള മൂവി ആയിരിക്കും. മോഹൻലാൽ ഫാൻസുകാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പറഞ്ഞാൽ വെറുതെ ജയിത്താൻ വാളി ബാൻ എന്തെങ്കിലും പറയേണ്ടായിരുന്നു. അതെല്ലാം അസൂയാണ്. ഇത് തകർത്തിരിക്കും. 300 കോടി ഉറപ്പാണ്. 300 കോടി ശിബു ഉപയോഗിച്ചാണ് കിട്ടിയിരിക്കും. അതല്ലേ ബറോസ് കുറേ ഉണ്ടല്ലോ. എല്ലാ പടം ഈ റാം എല്ലാം അടുത്ത വർഷം റിലീസ് ചെയ്യണം. ഈ വർഷം തുടങ്ങി. മറ്റേ സ്ഫടികം റിലീസ് ആനായിട്ട് പോയി. പിന്നെ ജയിലറാനായിട്ട് പോയി. ജയിലർ ചെറിയ റോളാണ്. ഇപ്പോൾ നേര് വരാൻ പോകുന്നു. ഇനിയും ലാൽ യോഗമാണ്. എന്നാലും മമ്മൂട്ടി യോഗമായിരുന്നു. മമ്മൂട്ടി ഇനിയും നിൽക്കും. മമ്മൂട്ടിയുടെ ലാലേട്ടനും വരും. വേറെ പൃഥ്വിരാജ് ഫാസിൽ എല്ലാം വന്ന് പലാസികൾ വസന്ത കാലത്തിൽ കയറാൻ പോകും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഷലാറെല്ലാം പൃഥ്വിരാജിന് മാർക്കറ്റ് വളരെ കൂട്ടും. അങ്ങനെ എല്ലാവർക്കും നല്ല ടൈമാണ്. ഈ മലയക്കോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ജിമ്മിലുള്ള പോയി നല്ല ഉഗ്രം ബോഡി സെറ്റിംഗ് ആണ്. ഒരു സാധാരണ ഒരു കേരളത്തിൽ മാത്രം റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കല്ല, ഒരു പാൻ ഇന്ത്യൻ ടോപ്പിക്കാണ്. എന്താണ് ഇപ്പോഴത്തെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇതുവരെ അറിഞ്ഞു വെച്ചിട്ട് നല്ലതാണ്. തിരുവാപ്പച്ചനെ പറഞ്ഞല്ലോ, തിരുവാപ്പച്ചല്ല നല്ലൊരു ഡയറക്ടറാണല്ലോ. നല്ലൊരു എന്താ പറയുക, നല്ല മാസ് അപ്പീലുള്ള എന്നാൽ ക്ലാസ് എലമെൻറ്റ്സ് ഉള്ള ഒരു മൂവി ആയിരിക്കും. ഇത് സ്ക്രിപ്റ്റ് കൊണ്ട് ചെറിയ ഫിലിം ആയിരുന്നു. പക്ഷേ ഇത് അവർ രണ്ടും ചേർന്നാണ്. ലാലേട്ടൻ്റെ പല ഫിലിം പൊളിഞ്ഞ പോലെ തിരിച്ചറിവ് മൂവിയാണിത്. ഇത് ഓടിയം പോലെ തന്നെ അയക്കില്ല. ഇത് നല്ല പടം, നല്ല ഹൈപ്പും ഉണ്ടാവും, നന്നായിട്ട് ഓടുകയും ചെയ്യും. 300 കോടി ഉറപ്പിക്കാം. ലാലേട്ടൻ തകർക്കും. ലാലേട്ടൻ ശരിക്കും ആറാടാൻ പോകുന്ന മലയക്കോട്ട് വാലിബലായി. ദൃശ്യം 3 എന്ന് വെച്ച് പറയാം. അതിൻ്റെ മമ്മൂക്ക വരും എന്നൊക്കെ പറയാനുണ്ട്. അതും വന്ന അടിപൊളിയായിരിക്കും. നേരിപ്പോൾ നല്ല മൂവി ആയിരിക്കും. ക്രിസ്മസ് വെക്കാൻ നേര് കൊണ്ടുപോകും. ലാലേട്ടൻ ഇപ്പോൾ സെലക്റ്റീവ് ആയിട്ടുണ്ടോ. കഴിഞ്ഞ വർഷം എല്ലാം ഫ്ലോപ്പായിരുന്നു. ഇനി വരുന്ന എല്ലാ ഉഗ്ര മൂവീസ്, റാമാണെങ്കിലും റിസിബി ആണെങ്കിലും പിന്നെ ഏതാണ് എമ്പുരാൻ വലിയ ഹൈപ്പ് അവർ കൊടുക്കുന്നില്ല. ലാലേട്ടൻ്റെ ഇതിൽ ഒരുപാട് നല്ല പടം വരുന്നുണ്ട്. പക്ഷെ എല്ലാം ഒരു ബിഗ് ബഡ്ജറ്റ് മൂവീസാണ്. നേര് മാത്രം വളരെ ആക്ടിങ് ഓറിയൻറ്റഡാണ്. അഭിനയിച്ചാത്ത റോളാണ്. എന്തായാലും ലാലേട്ടൻ താരത്തെയും ലാലേട്ടൻ നടനെയും കാണാം. ലാലേട്ടൻ താരത്തേക്ക് ഇങ്ങോട്ട് കാണും. നമുക്ക് ഇപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്. താരവും നടന്നും എല്ലാം ചെയ്യുന്നുണ്ട്. എമ്പുരാൻ വലിയ ഹൈപ്പ് കൊടുക്കുന്നില്ല. പൃഥ്വിരാജ് ബുദ്ധിപൂർവ്വം അത് കാരണം ഹൈപ്പ് കൊടുത്തതിന് പ്രശ്നമാണ് കൊടുക്കുന്നില്ല. പിന്നെ അറിയാൻ ജോസിയുടെ പടമുണ്ട്, ചെമ്പൻ വിനോദ സ്ക്രിപ്റ്റാണ്, റംബാന്ന് പറഞ്ഞു. അത് നല്ല മൂവിയായിരിക്കും. അത് സ്ഫടികം സ്റ്റൈലായിരിക്കും. റെസിബോ തെലുങ്കിൽ ബേസ്ഡ് ഫിലിമാണ്. തെലുങ്ക് സ്റ്റൈൽ ഫിലിം, പാൻ ഇന്ത്യനാണ്. റാം 2ാം ഭാഗം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത വർഷം ഇറങ്ങും. പിന്നെ ബറോസിൻ്റെ മാർച്ച് 22-ാം തീയതി, ബാലുബൻ ജനുവരി 25, നേരോ ഡിസംബർ 21. ഇനി ലാൽ യുഗം തുടങ്ങുകയാണ്. ലാലേട്ടൻ ഫാൻസിയൊക്കെ തിമിർത്താടാം. അതിനൊപ്പം ഞാനും ആടും. എന്തായാലും ഇനി ലാൽ യുഗം തുടങ്ങുകയാണ്. മമ്മൂട്ടി യുഗം തുടങ്ങിക്കഴിഞ്ഞു. ലാൽ യുഗം വരുന്നു. ഇനി വേറെ എല്ലാവർക്കുള്ള കാലം വരുന്നു. അങ്ങനെ വസന്തകാലത്തേക്ക് മലയാളം പോവുക.